48 മണിക്കൂറിന്റെ കാത്തിരിപ്പ് കൂടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും കേരളം എങ്ങോട്ടാണ്, ഇടത്തേക്കാണോ വലത്തേക്കാണോ കാറ്റ് വീശുന്നതെന്ന്. ഏതൊക്കെ ഭാഗങ്ങളിൽ താമര വിരിയും, താമര വിരിയുന്നത് കൈപിടിച്ചാണോ താമര വിരിയുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇനി 48 മണിക്കൂറിൻ്റെ ദൂരം മാത്രമാണ്. എങ്കിലും ഒരു കാര്യം കൃത്യമായി പറഞ്ഞു വെക്കട്ടെ, പല പ്രവചനങ്ങളും വന്നു, പല എക്സിറ്റ് പോളുകൾ വന്നു, പല ആളുകളുടെയും നിരീക്ഷണങ്ങൾ വന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേരളം മൂന്നാം തവണയും ഇടതുമുന്നണിക്ക് ഒപ്പം തന്നെ നിൽക്കും. കാരണം കേരളത്തിലെ മനുഷ്യർ നന്ദിയുള്ളവരാണ്. നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ഗവൺമെൻറ് തന്നത് പിണറായിയുടെ വീട്ടിൽ നിന്നൊന്നുമല്ല കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ CPMൻ്റെ പാർട്ടി ഫണ്ടിൽ നിന്നല്ല ഞങ്ങളെ സഹായിക്കുന്നത് എന്നൊക്കെ വിളിച്ച് പ്രതിപക്ഷം പറയുമ്പോഴും, അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ അങ്ങനെയൊക്കെ വിമർശിക്കുമ്പോഴും ഒരു കാര്യം പരമാർത്ഥമായിട്ടുണ്ട്. സംസ്ഥാനത്തെ ഒരു 75% വീടുകൾ എടുത്താൽ, 75% വീടുകൾ പരിശോധിച്ചാൽ മതി. ആ 75% വീടുകളിലും സർക്കാരിൻ്റെ സഹായഹസ്തം ചെറുതായും വലുതായും എത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ കരുതൽ എത്തിയിട്ടുണ്ട്. ലൈഫ് മിഷൻ്റെ വീടുകൾ എന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ വീട് പുനർനിർമ്മാണത്തിൻ്റെ തരത്തിലേക്ക്, അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ നിന്ന് ലഭിച്ച സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ ഭക്ഷ്യ സുരക്ഷാ സംവിധാനങ്ങൾ, ആശുപത്രികൾ, അതുപോലെ തന്നെ മികവുറ്റ റോഡുകൾ എന്നിങ്ങനെ 75% ജനങ്ങളെയും നേരിട്ട് സ്പർശിച്ച ഒരു ഭരണമാണ് ഇടതുമുന്നണി സർക്കാർ കാഴ്ചവെച്ചതെന്ന് ഏത് പ്രതിപക്ഷക്കാരനും പറയും. മറ്റ് 25% സാധാരണ സർക്കാരുകൾക്കെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങളാണ്. അവർ പിണറായി ഇങ്ങനെ മസിൽ പിടിച്ച് നടന്നു, പിണറായി ആരെടുത്ത് മിണ്ടിയില്ല, കടക്ക് പുറത്ത്, അങ്ങനെയുള്ള ഡയലോഗ് അടിച്ചു. പിന്നെ നവകേരള സദസ്സ്, കേരളീയം തുടങ്ങിയ ദൂർത്ത്, ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകളിലെ ക്രമക്കേട്, അയ്യപ്പൻ്റെ സ്വർണം കെട്ടത്, അതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ്. ഈ ആരോപണങ്ങളിൽ ചിലതൊക്കെ ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ കോടതികളെടുത്ത് ചവറ്റുകുട്ടയിൽ കളയുകയും ചെയ്തിട്ടുണ്ട്. ഈ അയ്യപ്പ സന്നിധിയിൽ നിന്ന് അയ്യപ്പസ്വാമിയുടെ സ്വർണം കട്ടുകൊണ്ടുപോയി, മോഷ്ടിച്ചു കൊണ്ടുപോയി, അതെല്ലാം ഇടതുമുന്നണിയാണ്, ഇടതുമുന്നണിയിലെ നേതാക്കളാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ ആളുകളെ ഒക്കെ തന്നെ ഈ ജയിൽ കയറ്റിയത്, പോറ്റിയെയും തന്ത്രിയെയും ഉൾപ്പെടെയുള്ള ആളുകളെ, കള്ളന്മാരെ ഒക്കെ ജയിലിൽ കയറ്റിയത് പിണറായി സർക്കാരാണെന്ന പരമാർത്ഥം ഈ സംസ്ഥാനത്തെ ഭക്തന്മാരും മറന്നുപോകാൻ ഇടയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നന്ദിയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. ആ നന്ദി കൃത്യമായും വോട്ടിൽ പ്രതിഫലിക്കും. 75-നും 80-നും ഇടയിൽ സീറ്റുകൾ നേടി മൂന്നാമതും പിണറായി സർക്കാർ, അല്ലെങ്കിൽ ഇടതുമുന്നണി സർക്കാർ തന്നെ കേരളം ഭരിക്കാനെത്തും എന്നതിലൊരു തർക്കവുമില്ല. ഈ നന്ദി, നന്മ, ഇത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് വിലയിരുത്തുന്നത്. ഇനി എക്സിറ്റ് പോളുകൾ തന്നെ പരിശോധിച്ച് നോക്കാം. എക്സിറ്റ് പോളുകൾ അവരുടെ ഡെമോഗ്രാഫി, ജിയോഗ്രാഫി, അങ്ങനെ അവർ എന്തൊക്കെയാണ് അവർ അവലംബമാക്കിയത് എന്നൊക്കെ പരിശോധിച്ച് നോക്കിയാൽ തന്നെ അതിനകത്ത് പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇടതുമുന്നണി വളരെ കൃത്യമായ മേൽക്കൈ എല്ലാ മണ്ഡലങ്ങളിലും നേടിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ ഈ പഠനത്തിൻ്റെ കാര്യത്തിൽ, റിസർച്ചിൻ്റെ കാര്യത്തിലൊക്കെ ഇടതുമുന്നണിക്ക് മേൽക്കൈയുണ്ട്. എന്നാൽ ഒരു വികാരം, 2 തവണ ഇവർ ഭരിച്ചില്ലേ, ഒരു തവണ അവർക്ക് കൊടുക്കാം എന്ന കേരളത്തിൻ്റെ ഒരു പരമ്പരാഗത രീതിയുണ്ടല്ലോ, അങ്ങനെ ഒരു ചാഞ്ചല്യം വോട്ടർമാർക്ക് ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന ഒരു വിലയിരുത്തലിൻ്റെ ഭാഗം മാത്രമാണ് എക്സിറ്റ് പോളുകൾ. ഇതേ എക്സിറ്റ് പോളുകൾ തന്നെ പ്രവചിക്കുന്നു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ വീണ്ടും വരണമെന്ന്. അവിടെയാണ് ഈ ഞാൻ പറഞ്ഞ ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗമാകും കേരളത്തിൽ ഉണ്ടാവുക എന്നത്. പിന്നെ 2021 എക്സിറ്റ് പോൾ നോക്കൂ, അവർ പറഞ്ഞതിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ എക്സിറ്റ് പോളുകളുടെ ഫലപ്രഖ്യാപനങ്ങൾ, എക്സിറ്റ് പോളുകളുടെ കണക്കുകൾ അന്ധമായി അങ്ങ് വിശ്വസിക്കാനും കഴിയുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിലുള്ളത് എന്നാണ്, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം എന്നതാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ തന്നെ എക്സിറ്റ് പോളുകൾക്കപ്പുറത്ത് ഈ മണ്ഡലങ്ങളിലൂടെയും മണ്ഡലങ്ങളിലെ മാധ്യമപ്രവർത്തകരുമായും, അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികൾ നേതാക്കളുമായും അണികളുമായൊക്കെ സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിലും ബേപ്പൂരിലൊക്കെ PV അൻവറൊക്കെ 8 നിലയിൽ പൊട്ടും. അയാൾ മൊട്ടത്തലയടിച്ച് കമ്മലിട്ട് കഴുതപ്പുറത്തേറി ബേപ്പൂർ ടൗണിൽ ചുറ്റേണ്ടി വരും. അതൊന്നും ഒരു തർക്കവുമില്ല. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള 140 മണ്ഡലങ്ങളിൽ മേൽക്കൈ ഇടതുമുന്നണിക്ക് തന്നെയാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കേരളത്തിൻ്റെ ഹൃദയം ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ് ചേർന്ന് നിൽക്കുന്നതിന് തർക്കമില്ല. ഈ ആളുകളുടെ അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടതുമുന്നണി തന്നെ വീണ്ടും ഭരണത്തിൽ വരും. ഇനി ചില ആളുകൾ പറയുന്നുണ്ട് CPMന് ഭരണം കിട്ടല്ലേ എന്ന് ആഗ്രഹിക്കുന്നത് CPMകാരാണെന്ന്. ചില കോണുകളിൽ അങ്ങനെ 1-2 വ്യക്തികളോ, അല്ലെങ്കിൽ ഇപ്പോൾ G സുധാകരനെ പോലെയുള്ള ആളുകളോ, അല്ലെങ്കിൽ തളിപ്പറമ്പിലെ ഗോവിന്ദനോ, പയ്യന്നൂരിലെ നേതാവോ, അവർ അങ്ങനെ തുടങ്ങിയ 1-2 വ്യക്തികൾ കച്ചകെട്ടി ഇറങ്ങിയത് കൊണ്ട് CPMന് ഒരു പോറലും ഏൽക്കാനില്ല.
ആ മണ്ഡലങ്ങളിൽ പോലും CPM ഇടതുമുന്നണി മേൽക്കൈ നേടുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. അമ്പലപ്പുഴയിൽ G. സുധാകരൻ തോൽക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ തന്നെ കണക്ക് കൂട്ടി പറയുന്നത്. ഈ തരത്തിൽ ഇലക്ഷനെ വിശകലനം ചെയ്യുമ്പോൾ ഇടതുമുന്നണിക്ക് തന്നെയാകും മേൽക്കൈ, ഇടതുമുന്നണിയെ തന്നെയാകും വിജയിച്ചു കയറുക. അതിലൊരു തർക്കവും വേണ്ട. ഇനി ഏതായാലും കാര്യങ്ങൾ അറിയാൻ 48 മണിക്കൂറുകൾ മാത്രമാണ്. നമുക്ക് 48 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഇലക്ഷനെക്കുറിച്ച് ഒരിക്കൽ കൂടി താരതമ്യം ചെയ്യാം. അല്ലെങ്കിൽ ആര് ജയിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കി, അല്ലെങ്കിൽ നമുക്ക് ഇരുകൂട്ടർക്കും, പ്രേക്ഷകരായ നിങ്ങൾക്കും എനിക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും.